ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ സർക്കാർ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഗവർണറുടെ ഇന്നത്തെ പ്രതികരണം കണ്ടല്ലോ. രാജ്യത്തിന്റെ സംസ്കാരമാണ്, സംസ്കൃതിയാണ്, അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ മലയാളികൾ എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഈ വിഷയം, അത് പ്രതിഷേധാർഹമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്മേൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഭാരതാംബയുമായി ബന്ധപ്പെട്ട, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ തെരുവിൽ സമരങ്ങൾ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് അടുത്ത വിഷയമായി ഇത് ഉയരുന്നത്. ഇനിയും അടുത്ത വിഷയം എന്ന രൂപത്തിൽ RSSന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കി പോകുന്നുമുണ്ട്. എങ്ങനെ പ്രതിരോധിക്കും? ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ വിദ്യാർത്ഥികളിൽ അടിമത്വവും ദാസ്യമനോഭാവവും ഒക്കെ വളർത്തുന്ന വൈദിക ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ സംസ്കാരത്തെ നമ്മുടെ ഗവർണർ ദയവ് ചെയ്തിട്ട് വൈദിക ബ്രാഹ്മണ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട അവരുടെ അതീശത്വ സംസ്കാരമായി പരിമിതപ്പെടുത്തി കാണരുത്. ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വൈദിക ബ്രാഹ്മണ്യം കൽപ്പിച്ചടിച്ചേൽപ്പിച്ച നാനാവിധമായ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായിട്ടുള്ള സമരം. ആ സമരത്തിലൂടെയാണ് അത്തരം പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായ ആചാരങ്ങളെ നിരന്തരമായി ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ നവോത്ഥാനവും അതുവഴി ഒരാധുനിക രാഷ്ട്രമെന്ന നിലക്ക് ഇന്ത്യയുടെ രൂപാന്തരവും ഉണ്ടായത്. അതറിയാത്ത സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഭൂതകാലത്തിൽ, ആ ഭൂതകാലം അടിച്ചേൽപ്പിച്ച ആ വിദൂരമായ ഭൂതകാലത്തിലെ അശ്ലീലകരമായ ആചാരങ്ങൾ, അപമാനകരമായ നടപടിക്രമങ്ങൾ ഇന്നും തുടരണമെന്ന് വാദിക്കുന്നവരാണ് RSSകാർ. അദ്ദേഹം RSSകാരനാണ്, RSSൻ്റെ പ്രചാരക്കാണ് നമ്മുടെ ഗവർണർ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഗവർണർ എന്നതൊരു ഭരണഘടനാ പദവിയാണ്. നമ്മുടെ ഭരണഘടനയുടെ 51A സയൻറ്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളെല്ലാം ഉണ്ടാക്കണമെന്ന് പറയുന്നതാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തെ യുക്തിബോധത്തിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രബോധവും യുക്തിബോധവും ഒക്കെ എന്ന് പറയുന്നത് ആധുനികമായ ആശയമാണ്. ആധുനികമായ ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുക, എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ കഴിയുക എന്നാണ്. എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വൈദിക ബ്രാഹ്മണരുടെ കാല് കഴുകി പാപമുക്തി നേടണമെന്ന് പറയുന്ന ഈ സവർണ ഫാസി സംസ്കാരമല്ല. അതിനപ്പുറത്ത് അധ്യാപകർ വിദ്യാർത്ഥികളെ തങ്ങളിൽ ഒരാളായിട്ട് സൗഹൃദത്തോടെ കൂടിക്കാണുന്ന, വിദ്യാർത്ഥികൾ അധ്യാപകരെ തങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരാളായിട്ട് വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന, സ്നേഹത്തിന് പകരം അടിമത്തത്തെയും ദാസ്യമനോഭാവത്തെയും അടിച്ചേൽപ്പിക്കുന്ന വൈദിക ബ്രാഹ്മണ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഈ പാദപൂജ, ഗുരുപൂജയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ പാദം കഴുകൽ. അത് കേരളീയർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പ്രാചീന സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഗവർണർ വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ സംസ്കാരത്തെ ഇന്ത്യയുടെ സംസ്കാരമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് ശാഖയിൽ പോയി പറഞ്ഞാൽ മതി. കേരളം പോലെ നവോത്ഥാനത്തിൻ്റെ ധീരോദാത്തമായ ചരിത്രമുള്ള, ഇവിടെ ഇൻട്രോയിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇവിടെ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകൾ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, അധസ്ഥിതന്റെ ജ്ഞാന അധികാരത്തിന് വേണ്ടി സമരം ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു സമൂഹമാണ്. ചരിത്രമുള്ള ഒരു ജനത. താങ്കൾ പറഞ്ഞതുപോലെ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴും ശാഖയിലല്ല ഇപ്പോൾ പറയുന്നതെന്നുള്ളതാണ് പ്രശ്നം. ശാഖയിലല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടന്നിരിക്കുന്നു. അതിന് സ്വീകാര്യത കിട്ടുന്ന രൂപത്തിലേക്ക് അതങ്ങ് പടരുകയാണ്. അങ്ങനെ അത്ര എളുപ്പം കേരളം പോലൊരു സമൂഹമൊന്നും ചെവിക്കൊള്ളൂ തോന്നില്ല. സംഘപരിവാറിൻ്റെ ശാഖയിൽ പോകുന്ന ദുർഗാവാഹിനികളെ അംഗങ്ങളായിട്ടുള്ള കുറേ സ്ത്രീകളെ പോയിട്ട് ജനൻ TV-കാരൻ മൈക്ക് പിടിച്ചിട്ട് അവരെ കൊണ്ട് അഭിപ്രായം പറയിച്ചാലൊന്നും അത് കേരള പൊതുസമൂഹം സ്വീകരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമായിട്ടൊന്നും അത് മാറാൻ പോകുന്നില്ല. കേരളം ഇതിന് അതിശക്തമായി പ്രതിരോധിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിമ മനോഭാവവും ദാസ്യമനോഭാവവും ഒക്കെ വളർത്തുന്ന ഇത്തരം അനുഷ്ഠാനങ്ങളുമൊന്നും കേരളം ഒരിക്കലും അംഗീകരിക്കില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം അപരിഷ്കൃത നടപടികൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ആരുടെ ഭാഗത്തുണ്ടായാലും കൃത്യമായ നടപടി സ്വീകരിക്കും. നമ്മുടേതൊരു ആധുനിക സമൂഹമാണ്. ആ ആധുനിക സമൂഹം ഒരിക്കലും പ്രാചീന കാലത്തെ ഇതുപോലെയുള്ള അപമാനകരമായ അനുഷ്ഠാനങ്ങൾ, അതും വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അതും ശിക്ഷണത്തിൻ്റെ പേരിൽ അംഗീകരിക്കണമെന്നാണോ പറയുന്നത്? ഈ ഗവർണർ ഏത് പ്രാചീന യുഗത്തിലാണ് ജീവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ പ്രാചീനയുടെ തിരുമന്തൻ തലകളെ നവോത്ഥാനത്തിൻ്റെ പ്രകാശബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി നേരിടും. കേരളത്തിലെ തെരുവുകൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
Debate with Smriti Parathikkad.